ആരായിത്തീരണം? ഈ ചോദ്യം സ്വയം ചോദിക്കുകയോ മറ്റുള്ളവരാൽ ചോദിക്കപ്പെടുകയോ ചെയ്യാത്ത എത്ര പേരുണ്ടാകും? ഇതുതന്നെയാണ് ആ കുട്ടിയും നേരിട്ടത്. പക്ഷേ അവന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. ഒരു മികച്ച പാചക വിദഗ്ധനാകണം. രുചിവൈവിധ്യങ്ങൾ കൊണ്ട് അതിഥികളുടെ മനസ്സിൽ ഇടം പിടിക്കണം. അവൻ അങ്ങനെ തന്നെ ആയിത്തീരണമെന്ന് അവനു ചുറ്റുമുള്ള ലോകം ഉറപ്പിച്ചു. അതുമല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള സാമൂഹ്യബോധം ആ ബാലനിൽ ചെറുപ്പം മുതലേ നിഴലിച്ചിരുന്നു. അവന്റെ പരിസരം സാഹചര്യങ്ങൾക്ക് അനുകൂലവുമായിരുന്നു. എല്ലാവരും ഈ രണ്ട് സാധ്യതകൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. എന്നാൽ ഒരേ ഒരാൾ മാത്രം മാറി ചിന്തിച്ചു. അവന്റെ ചേച്ചി. അവരുടെ കണ്ണിൽ തന്റെ കുഞ്ഞനുജന്റെ സാധ്യതകൾ ഇതൊന്നുമായിരുന്നില്ല. അവർ അവന്റെ സമ്മതം പോലും വാങ്ങാതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രാമാറ്റിക് ആർട്സിൽ അപേക്ഷ അയച്ചു. പരീക്ഷ എഴുതി അവൻ ജയിച്ചു. അതിൽ തന്നെ തുടർന്നു. 1996 അയാൾ അഭിനയിച്ച ഒരു സിനിമ 5 ഓസ്കാർ നേടിയ ചിത്രം ബ്രേവ് ഹാർട്ട്. ആ ബാലനാണ് നമ്മൾ ഇന്നറിയുന്ന ഓസ്ട്രേലിയൻ നടനും സംവിധായകനുമായ മെൽ ഗിബ്സൺ. ചിലരങ്ങനെയാണ്. മെൽ ഗിബ്സന്റെ ചേച്ചിയെപ്പോലെ അതിസൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ പ്രതിഭയെ കണ്ടെത്തും. ഒരു ഗുരുവിന് മാത്രം സാധിക്കുന്ന അത്ഭുതകരമായ 6ാം ഇന്ദ്രിയം. ആ കണ്ടെത്തലാണ് വിജയം. നമ്മളിലും നമുക്ക് ശേഷമുള്ള തലമുറയിലും ആ പ്രതിഭയെ കണ്ടെത്താനുള്ള സൂക്ഷ്മ നിരീക്ഷണം പ്രാപ്യമാകട്ടെ. ശുഭദിനം.